ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മാത്സിലെ 5ാമത്തെ പാഠമായിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് രേഷ്മ. അപ്പോ നമ്മൾ ഇന്ന് ഒന്നിച്ച് 5th ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? യെസ്, അപ്പൊ നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഒരു ബുക്കും പെന്നെല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുക. 5th ചാപ്റ്റർ എന്താണ്, പാർട്ട് നമ്പർ എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, അപ്പൊ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് ആൻഡ് ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, അപ്പൊ ദാ ഫസ്റ്റ് വൺ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഒരു അടുക്കളയിൽ അമ്മയും മോളുണ്ട് അല്ലെ. അമ്മ അവിടെ ദോശ ചുടുവാണ് അല്ലെ. എത്ര പേരുണ്ട് നമ്മുടെ ദോശ ലവേഴ്സ് ആയിട്ട്? ഒന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് പറയാട്ടോ. ഓക്കെ, അപ്പൊ അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കുവാണ്. ഓക്കെ, അപ്പൊ ആ കുട്ടി ദോശ കഴിക്കാണ്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് ദോശ വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ദോശ ഉള്ള ദിവസമൊക്കെ ഞാൻ പറയും എനിക്ക് അതിന്റെ പകുതി ദോശ മതി, എനിക്ക് ഫുള്ള് വേണ്ട, എനിക്ക് പകുതി മതി എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ദോശ എന്ത് ചെയ്യാം, പകുതി ആക്കുവാണ് അല്ലെ. ഹാഫ് അല്ലെ, ഹാഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലെ. ഒരു ദോശയിലെ 2ആയിട്ട് ഭാഗിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ ഈ ബർത്ത്ഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്യാറില്ലേ അല്ലെ, കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ദോശ എടുത്തിട്ട് അതിനെ പകുതിയാക്കുവാണ്. നമുക്കപ്പോ ഇവിടെ ഒരു ദോശ ഒന്ന് വരച്ചാലോ? ഓക്കെ, എനിക്കിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദോശ ഫുള്ള് എനിക്ക് വേണ്ട കേട്ടോ. ഓക്കെ, ഫുള്ള് ഞാൻ കഴിക്കുന്നില്ല. ഈ ദോശയെ ഞാൻ പകുതിയാക്കുന്നു, ഹാഫ് ആക്കുന്നു. നോക്കിയാലോ? യെസ്, ഈ ദോശയെ തുല്യമായ 2 ഭാഗങ്ങളാക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് പകുതി അഥവാ ഹാഫ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ദോശയോ അടുക്കളയോ കാര്യങ്ങളൊന്നും അല്ല. മാത്സിൽ എങ്ങനെയാണ് ഈ ഹാഫ് അഥവാ പകുതി വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഈ ദോശയെ ആകെ ഞാൻ എത്ര ഭാഗങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്? ദാ നോക്കിക്കേ, എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 ഭാഗം അല്ലെ. 2 ഭാഗമായിട്ട് ദോശയെ മുറിച്ചിട്ടുണ്ട്. ദാ ഇത് ഫസ്റ്റ് ഭാഗം, ഇത് സെക്കൻഡ് പാർട്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഭാഗം അല്ലെങ്കിൽ പകുതി മതി ഈ ദോശയുടെ എന്ന് പറയുവാണ്. ഓക്കെ, അപ്പൊ പകുതി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലായിട്ട് എഴുതുന്നത് നോക്കിയാലോ? യെസ്, അപ്പോ മേളിൽ എപ്പോഴും ഞാൻ എടുക്കുന്നത് ആ ദോശയുടെ പകുതി ഭാഗമാണ്. അതായത് ദോശയുടെ ഒരു ഭാഗം മാത്രം മതി എനിക്ക്. ഓക്കെ, അപ്പോ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട്. അതായത് ആകെ എത്ര ഭാഗമായിട്ടാണ് ദോശയെ മുറിച്ചിരിക്കുന്നത്? ഇവിടെ 1, ഇവിടെ 2 ഭാഗമായിട്ട് ദോശയെ മുറിച്ചിട്ടുണ്ട് അല്ലെ. ആ ടോട്ടൽ പാർട്ട് ആകെ ഭാഗമാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എത്രയാണ്? 2. ഇപ്പോ ക്ലിയർ ആയോ? 1/2, അര, ഹാഫ്, പകുതി എന്നെല്ലാം നമ്മൾ പറയും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? യെസ്, അപ്പോ നമ്മൾക്ക് നോക്കിയേക്കാം. ഇവിടെ ഒരു ദോശയെ ഞാൻ പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. 2 പാർട്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നീല ഭാഗത്തിന്റെ അല്ലെ ഫ്രാക്ഷൻ ഇത് എത്ര ഭാഗമാണ് ഈ റൗണ്ടിന്റെ ഈ സർക്കിളിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ആകെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 2ൽ ഒരു ഭാഗമാണ് നീല. അപ്പൊ 1/2 എന്ന് വരും. ക്ലിയർ ആണോ? ഡിനോമിനേറ്ററിൽ എപ്പോഴും ആകെ ഭാഗം യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ടോട്ടൽ 2 പേരുണ്ട് അല്ലെ. 2 ഭാഗങ്ങളുണ്ട്. 2 ഡിനോമിനേറ്ററിൽ വരുന്നത്. മേളില് നീല എന്ന് പറയുന്നത് ഒറ്റ ഭാഗമാണ് അല്ലെ, ഒറ്റയാണ്. അപ്പൊ 1/2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ യെല്ലോ കളർ എത്ര പാർട്ടായിരിക്കും? ടോട്ടലിൽ ഒരു ഭാഗം മാത്രമാണ് യെല്ലോ. 1 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്? 2. 1/2. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് അല്ലേ? പക്കാ ക്ലിയർ അല്ലേ? ഇതാണ് ഹാഫ് അഥവാ പകുതി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഓൾറെഡി എല്ലാവരും ഒക്കെ പഠിച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഒന്നുകൂടി നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്കൊക്കെ മറന്നു പോയ കാര്യങ്ങളൊക്കെ തിരിച്ച് ഓർമ്മ വരുന്നു എന്ന് മിസ് വിശ്വസിക്കുന്നു. യെസ്, ഇനി നമ്മൾക്ക് വേറൊരാൾ അല്ലെ കേക്കും ദോശയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിപ്പോ ഒരു റോപ്പ് എടുക്കുക അല്ലെങ്കിൽ കയർ എടുക്കുക അല്ലെങ്കിൽ ഒരു വടി എടുത്തു എന്ന് കരുതാം. ഓക്കെ, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട്. ഇവനെയും ഞാൻ 2ആയിട്ട് മുറിച്ചു. ഓക്കെ, 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഭാഗത്തിന് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, മറ്റു ഭാഗത്തിന് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ റെഡ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടലിനെ പകുതിയാക്കിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ആ പകുതിയിൽ ഒരു ഭാഗമാണ് റെഡ്. 1 ഡിവൈഡഡ് ബൈ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? റെഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ബ്ലൂ ഉണ്ട്. 2 ഭാഗമുണ്ട്. അപ്പോൾ 1/2 എന്ന് വരും. ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? 2 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, ബ്ലൂ എന്തായിരിക്കും വരിക?
നീലഭാഗം. നീല എന്ന് പറയുന്നു ഒറ്റ തവണ അല്ലെ, ഒരേ ഒരാളുള്ളൂ, ഒരു ഭാഗമേ ഉള്ളൂ. ടോട്ടൽ എത്ര ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, 2 പാർട്ട്. ഓക്കെ, അപ്പോൾ 1/2 എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ, 1ന്റെ പകുതിയാണ് അര അല്ലെ. അര കൂട്ടുമ്പോഴല്ലേ 1 കിട്ടുന്നത്. സെയിം തന്നെയാണ്, ഈ അരയും കൂട്ടുമ്പോൾ 1 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ഐഡിയ വന്നു കാണുമല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, ഇത് 1 മീറ്റർ ആയിരുന്നു കേട്ടോ. 1 മീറ്റർ ആയിരുന്നു. ആൻഡ് ഇത് അര മീറ്റർ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ചതുരം തന്നിട്ടുണ്ട്. ഈ ചതുരത്തിനെ 2ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? ആൻഡ് 1, 2 2 ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 1 അല്ലെ. ടോട്ടൽ എത്ര ഭാഗമായിട്ട് ഇവനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട്? 1, 2 2 ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 എന്ന് വരുന്നു. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ആൻഡ് ഈ ഒരു സെക്കൻഡ് പാർട്ട് എത്ര ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 1 അല്ലെ. 1 / ആകെ 2 പേര് ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. 1/2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഫ്രാക്ഷന്റെ ഐഡിയ വന്നു കഴിഞ്ഞാൽ ചടപറ നമുക്ക് ആൻസർ എഴുതാം, മാർക്കും കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിളിനെ വീണ്ടും 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഭാഗിച്ചു, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുവാണ്. ഈ ഒരു റെക്ടാങ്കിളിനെ ഞാൻ എത്ര ഭാഗമായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്? 1, 2, 3, 4. ക്ലിയർ ആണല്ലോ? ആൻഡ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത് എത്ര ഭാഗമാണ് എന്ന് ചോദിക്കുന്നു. നോക്കിക്കേ, ടോട്ടൽ പാർട്ട് എന്ന് പറയുന്നത് 4 അല്ലെ. 4ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. അപ്പോ താഴെ എപ്പോഴും ആകെ ഭാഗങ്ങൾ 4 ടോട്ടൽ പാർട്ട് വന്നു. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര ഭാഗമാണ്? 1 ഭാഗം. അപ്പോൾ ഉത്തരം 1/4 എന്ന് വരും. ക്ലിയർ ആയ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 1 നമുക്ക് വേറൊരു കളർ കൊടുത്തേക്കാം. ഓക്കെ, റെഡ് കളർ കൊടുത്തിരിക്കുന്നു. 1, 2. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നു റെഡ് കളർ കൊടുത്തിരിക്കുന്നത് എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നു. നോക്കിക്കേ, ആകെ എത്ര ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 4. ആൻഡ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് റെഡ് കളർ എത്ര ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്? 1, 2 അല്ലെ. 2 ബോക്സിലായിട്ടാണ് നമ്മൾ റെഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേളിൽ എന്ത് വരും? 2 താഴെ ആകെ ഭാഗങ്ങൾ, ആകെ പാർട്ട്, അതായത് 2/4 എന്ന് വരും. പക്കാ ക്ലിയർ ആയോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ? റെഡി? അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻ മെനി വേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി ഞാൻ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പം അല്ലെങ്കിൽ എന്ത് വേണേലും പറയാട്ടോ. ഓക്കെ, പിസ്സ അല്ലെ. പിസ്സ എനിക്ക് ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ദോശയല്ല, പിസ്സയാണ് ഓർമ്മ വരുന്നത് അല്ലെ. പിസ്സ കണ്ടിട്ടില്ല, ഇങ്ങനെ തുല്യമായിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മാത്സിലേക്ക് തിരിച്ചു വരാം. ഇവിടെ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾക്കറിയാം ഈ ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? വേഗം ഒന്ന് പറഞ്ഞ എത്രയായിരിക്കും? ടോട്ടൽ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 താഴെ 2 വന്നു. യെല്ലോ കളർ എത്രയാണ്? ഒറ്റ ഭാഗമേ ഉള്ളൂ. അപ്പോൾ 1/2 വരും. ക്ലിയർ ആണല്ലോ? ആൻഡ് ഈ ഒരു കളർ നോക്കിക്കേ. യെസ്, ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 2. ആൻഡ് ഇവിടെ വന്നിരിക്കുന്നത് 1 ഭാഗമാണ്. 1/2. സെറ്റ് അല്ലേ? ക്ലിയർ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇനി ഇവനെ ഒന്ന് നോക്കിക്കേ അല്ലെ. ചാടി മറിഞ്ഞൊരു ഫിഗർ വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഈ ഒരു സർക്കിളിനെ 4ആയിട്ട് ഭാഗിച്ചു. നമ്മൾ നേരത്തെ ഒരു റെക്ടാങ്കിളിനെ 4ആയിട്ട് ഭാഗിച്ചില്ലേ? സെയിം പരിപാടി. ഇവിടെ എന്താ സർക്കിളിനെ 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുവാണ്, യെസ്, ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം 4ആയിട്ട് ഭാഗിച്ചു. അതായത് 4 താഴെ ഡിനോമിനേറ്ററിൽ വരുന്നു. ആൻഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒറ്റ ഭാഗമല്ലേ? 1/4 വന്നു. ഓക്കെ, ഇനി ഈ ഒരു സൈഡിലെ 2 പേരെ ഷെയ്ഡ് ചെയ്തു. ഓൾറെഡി അവർക്ക് 2 പേർക്കും കളർ കൊടുത്തിട്ടുണ്ട്. അതായത്
2 പേര് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഭാഗം 4, 2/4 എന്ന് പറയാം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇവനെ ചെറുതാക്കി എഴുതുന്ന പരിപാടികളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്തു പോകാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ആൻഡ് ഈ യെല്ലോ ഭാഗം ഈ യെല്ലോ ഭാഗം അല്ലെ, ടോട്ടൽ 2 യെല്ലോ പാർട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ 2 / ആകെ ഭാഗങ്ങൾ ടോട്ടൽ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 2/4 ആയിരിക്കും ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ? യെസ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഒരു കളർ, ഇതൊരു പിങ്ക് ആണ്. എനിക്ക് കളർ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളറിന്റെ പേര് പറയാതിരുന്നേ. പിങ്ക് എന്ന് പറയാൻ പറ്റൂ? ലാവൻഡർ ആണോ? ഓക്കെ, പിങ്ക് അല്ല, ഒരു ലാവൻഡർ ഷെയ്ഡ് അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ലാവൻഡർ തന്നെ പറയാം. ഓക്കെ, ഈ ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലേ? തുല്യമായിട്ടല്ല ഭാഗിച്ചിരിക്കുന്നത് അല്ലെ, ആകെ 3 പാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇവിടെ വലിയത് അല്ലെ, ഇവിടെ വലിയ പാർട്ട്, ഇത് ചെറുത്, ഇത് ചെറുത്, അങ്ങനെയല്ലേ മുറിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവനെ തുല്യമാക്കണം. സിമ്പിൾ അല്ലേ? ഇങ്ങനെ ഒരു വര അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോ 4 ഭാഗമായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാലോ. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഭാഗമുണ്ട്? ഇപ്പോ 4 പാർട്ട് ഉണ്ട്. അപ്പോ ഡിനോമിനേറ്ററിൽ 4, ന്യൂമറേറ്ററിൽ 1, 2, 2/4 എന്ന് വരും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യെല്ലോ പാർട്ടിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഒത്തിരി നിങ്ങൾക്ക് ആൻസർ പറയാൻ ചാൻസ് തരുന്നുണ്ട് കേട്ടോ. യെസ്, അടിപൊളി, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം ഞാൻ ചാൻസ് ഒക്കെ തരുന്നുണ്ട്. അതെല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. യെസ്, കാരണം വേറെ ഒന്നല്ല, ഇവൻ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് മിസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അല്ലെ. നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലെ എല്ലാവരും. ഓക്കെ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്, ഒന്നുകൂടി ഒന്ന് റിവിഷൻ അല്ലെ റിമൈൻഡ് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീണ്ടും ഒരു സർക്കിളിനെ എത്ര ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ആ യെല്ലോ ഷെയ്ഡ് എത്ര ഫ്രാക്ഷൻ ആണ്, എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നു. യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരാൾ അല്ലെ, അപ്പൊ മേളിൽ 1 വരത്തുള്ളൂ. ഇനി ആകെ ഭാഗങ്ങൾ ആകെ എത്ര പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കിയാലോ. യെസ്, അപ്പോൾ ആകെ ഭാഗങ്ങൾ നമുക്ക് നോക്കിയേക്കാം. 1, 2, 3, 4, 5, 6, 7, 8 ഭാഗങ്ങളുണ്ട്. അപ്പോ യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഭാഗം. ആകെ ഭാഗങ്ങൾ ആകെ പാർട്ട് എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 8 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1/8 എന്ന് വരും. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴേക്കും അവിടെ ആൻസർ വന്നിട്ടുണ്ടാകണം അല്ലെ. യെസ്, മിടുക്കന്മാരാണ്, എല്ലാവർക്കും ഒക്കെ നന്നായിട്ടൊക്കെ പഠിക്കാൻ പറ്റട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ചെയ്തേ, വേഗം ചെയ്തിട്ട് ഒന്ന് ആൻസർ ഒന്ന് പറഞ്ഞേ. ഇവിടെ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ എത്ര യെല്ലോ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4 4 ഭാഗങ്ങളുണ്ട്. 4 / ആകെ എത്ര പാർട്ട് ഉണ്ട്? 5, 6, 7, 8. ദാറ്റ് ഈസ് 8. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ചെറുതാക്കി എഴുതുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, തൽക്കാലം ഒന്ന് അവിടെ നിന്നോട്ടെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടന്നു പോവാട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവനെ ഇങ്ങനെയും എഴുതാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം മിസ്. നോക്കേ, ഇവൻ ഇങ്ങനെയല്ലേ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന. ഈ ഒരു സൈഡ് ഫുള്ള് യെല്ലോ അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു ഭാഗം, ഇവിടെ മുറിച്ചിരിക്കുന്നത് പകുതി. 1/2 നമുക്ക് എഴുതാലോ. അതായത് 4/8 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ മിസ് സെയിം ആയത്? അവിടെ 4 8 ഇവിടെ 1 2 അല്ലേ? സിമ്പിൾ. 4/8 ഞാൻ ലാസ്റ്റ് പറയാന്നാണ് കരുതിയത്, പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഭയങ്കര ഒരു ഇപ്പൊ തന്നെ പഠിപ്പിക്കാൻ ഒരു ഇത്. ഓക്കെ, അപ്പൊ 4/8 4ഉം 8ഉം 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ അല്ലേ? അതെ. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 1 × 4 അല്ലെ, ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 2 × 8. അയ്യോ, 2 × 4 2 × 4. മേളിലും താഴെയും ആര് കോമൺ ആയിട്ടുണ്ട്? മേളിലും താഴെയും 4 ഉണ്ട്. അപ്പൊ നമുക്ക് 4 വേണ്ട, 4 അങ്ങ് വെട്ടിക്കളഞ്ഞു. 4 പോയാൽ മേളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, 1. ഡിവൈഡഡ് ബൈ താഴെ 4 പോയി കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, 2. 1/2 അതല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. കണക്റ്റ് ആയോ? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ,
ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, അപ്പോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആണ്. നോക്കിയേക്കാം. പാർട്ട് കട്ട്. ഓക്കെ, രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു, ഒരു സർക്കിൾ തന്നെ എടുക്കുവാണ്, അതിന് രണ്ടായിട്ട് മുറിച്ചു, അതിലൊരു ഭാഗം എടുത്തു എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി നമ്മൾ പഠിച്ചു അല്ലെ. 1/2 ആണ്, 1/2 ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി വീണ്ടും വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. ഓക്കെ, അടുത്തത് 4 ഭാഗിച്ചു, അതിൽ 2 കഷ്ണം എടുത്തു, 1 2. ഓക്കെ, അതായത് 2 ഭാഗമുണ്ട്, 2, ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 4 ഭാഗമുണ്ട്, 2/4 ഫ്രാക്ഷൻ എഴുതാം. അതിന് നമുക്ക് 2/4 എന്ന് പറയാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, മേളിൽ 2, താഴെ 4, 4ൽ 2 ഭാഗം. ഓക്കെ അല്ലേ, സെറ്റാണ്, അതും ക്ലിയർ. ഇനി അടുത്ത നമുക്ക് 6 മുറിക്കാം. ഓക്കെ, 6 മുറിച്ചിരിക്കുന്നു, അതിലൊരു 3 ഭാഗം എടുക്കുവാണെന്ന് കരുതാം. 1 2 3. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര ഭാഗമാണ്? 3 ഭാഗം. 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്? 6 ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3/6. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് ഇതുവരെ പറയാം? 3/6 എങ്ങനെ നമുക്ക് വിളിക്കാം? നോക്കിക്കേ, 2/4 2/4 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 3/6 എങ്ങനെ എഴുതാം? 3/6. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? മേളിൽ വരുന്ന ആളെ ആദ്യം പറയുന്നു 3/6, അതായത് 6ൽ 3 ഭാഗം. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിൽ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിയേക്കാം. ഇതെല്ലാം പകുതിയാണ് എടുക്കുന്നത്. ഇതെന്താ മിസ്സേ 3 എടുത്തത് 4 എടുത്തൂടെ? 4 എടുക്കാൻ പാടില്ല. 2 പാർട്ടായിട്ട് ഭാഗിച്ചാൽ 2ന്റെ പകുതി 1, 4 ഭാഗമായിട്ട് ഭാഗിച്ചാൽ 4ന്റെ പകുതി 2 എടുക്കണം, 6 എണ്ണമായിട്ട് ഭാഗിച്ചാൽ 6ന്റെ പകുതി 3 എടുക്കണം. ദ ഹാഫ് പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 8, 8ന്റെ പകുതി 4 എടുക്കണം. ഓക്കെ, അതായത് എത്ര വരും? 4/8 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ എല്ലായിടത്തും അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? 1/2, 2/4, 3/6. അടുത്ത എത്രയായിരിക്കും? 4/8. 4 ഡിവൈഡഡ് ബൈ 8 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ 4/8 എന്ത് പറയും? നിങ്ങളൊന്ന് വേഗം ഒന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിച്ചേ. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം മിസ് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം അടിപൊളിയായിട്ടൊന്ന് വേഗം കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ആൻസറും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നിരിക്കുന്നു. യെസ്, ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോയാലോ? ഓക്കെ അല്ലേ? യെസ്, വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റൊക്കെ ഒന്ന് ഇരുന്നോളൂ അല്ലേ? കുറച്ചു നേരം ആയില്ലേ നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യുന്നു എന്ന് കരുതുന്നു. എല്ലാവരുടെയും ബുക്കും പെന്നൊക്കെ സൈഡിൽ തന്നെയല്ലേ, എഴുതുന്നില്ലേ? എല്ലാം നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ, ഇത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ പഠിച്ചു കഴിഞ്ഞവർക്ക്. അതെ, നമ്മളെല്ലാവരും സൂപ്പറാ അല്ലേ? നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? റെഡി ആണോ എല്ലാവരും? ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയേക്കാം. 3 പാർട്സ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഹാഫ് ആയിരുന്നു അല്ലേ? പകുതിയായിരുന്നു. ആൻഡ് പകുതിയും വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി 3 പാർട്സ്, അതായത് 3 ഭാഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. വീണ്ടും നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ദോശയെ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് പകുതി മതിയെന്ന്. ഇനി 3/1 ഭാഗം, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയത്തില്ലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് അമ്മ എനിക്ക് ദോശ വേണ്ട, എനിക്ക് ഫുൾ ദോശ വേണ്ട, എനിക്ക് 3/1 ഭാഗം മതി എന്ന് പറയും. അമ്മ വിചാരിച്ചിട്ടുണ്ടല്ലോ മാത്സ് പഠിച്ച് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. നമ്മൾ പകുതി മതി അല്ലെങ്കിൽ ഫുള്ള് മതി എന്നേ പറയാറുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ മിസ് ജസ്റ്റ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നവരുണ്ടോ? ഇല്ല, ഞാൻ പറയാറില്ല കേട്ടോ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3/1 ഭാഗം തരൂ, 4/1 ഭാഗം തരൂ എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, അത് വിട്ടേക്കൂ. അപ്പോൾ നമ്മൾ ഹാഫ് കഴിഞ്ഞു, അടുത്തതായിട്ട് 3 ഭാഗമായിട്ട് ഭാഗിക്കുകയാണ്. അതായത് ഒരു ദോശ തന്നെ എടുക്കാം. ഓക്കെ, ദോശയെ 3ആയിട്ട് ഭാഗിച്ചു, അത്രേ ഉള്ളൂ. ഈ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് എത്രയാടാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? ടോട്ടൽ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 3 എണ്ണമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 1/3. സിമ്പിൾ. ഞാൻ 2 വരെ ഷെയ്ഡ് ചെയ്തു. ഷെയ്ഡ് ചെയ്ത പാർട്ട് വേണം. 2 വരെ ചെയ്തു. 2 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗമുണ്ട്? 3. 2/3. ഇഷ്ടപ്പെട്ട് കാണും. സിമ്പിൾ അല്ലേ? ഓക്കെ, യെസ്. അടുത്തത്
ഈ ബ്ലൂ കളറിലെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എത്ര ഭാഗമാണ്, യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എത്ര ഭാഗമാണ്? പക്ഷെ ഇതിന് തുല്യമായിട്ടാണോ ഭാഗിച്ച് തന്നിരിക്കുന്നത്? അല്ല അല്ലെ, കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എന്തോ ഒരു പന്തികേടുണ്ടല്ലോ അല്ലേ. ഇത്രേ ഉള്ളൂ. ഇവനങ്ങ് ജോയിൻ ചെയ്താൽ പോരെ. ഇപ്പോൾ ദാ 1, 2, 3 3 തുല്യ ഭാഗങ്ങളായല്ലോ, 3 ഈക്വൽ പാർട്സ് ആയാലോ. ഇനി നമ്മൾക്ക് ആൻസർ ചെയ്താൽ അല്ലേ, ഇതൊക്കെ എന്ത് സിമ്പിൾ കാര്യമാണ്. ഇനി യെല്ലോ പാർട്ട്, യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ട് ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. 1/3 സിമ്പിൾ. ഇനി ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എത്ര പാർട്ട് ഉണ്ട്? 2 പാർട്ട്. 2 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും കണ്ട് പഠിക്കൊന്നും വേണ്ട. ഭയങ്കര സിമ്പിളാ മാത്സ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ മനസ്സിലാക്കി എൻജോയ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് രസമാണല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയേക്കാം. ഓക്കെ, നമുക്ക് ഡ്രോ എ റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. ലെങ്ത്തും ബ്രെഡ്ത്തും 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, നീളവും വീതി 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ വരുന്ന ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. കളർ 2/3 ഓഫ് ഇറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് 1/3 വിത്ത് റെഡ്. ഈ ക്വസ്റ്റ്യൻ കണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇത്രേ ഉള്ളൂ. ഈ റെക്ടാങ്കിളിനെ 2/3 ഭാഗം പച്ച കളറിലും 1/3 ഭാഗം ചുമന്ന കളറിൽ റെഡ് എന്ന് പറയുമ്പോൾ ചുവപ്പ് എന്ന് പറയും, ചുവപ്പ് എന്ന് പറയും, ചുവപ്പ് എന്ന് പറയും, പിന്നെന്താ അങ്ങനെ പല പല ചുവപ്പ്, ചുമപ്പ്, അങ്ങനെ പല പല ഉച്ചാരണങ്ങളുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? അയ്യോ, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ഓൾറെഡി കുറേ തവണ പറഞ്ഞല്ലോ. ഓക്കെ, ചുവപ്പ്, ചുവപ്പ്. ഓക്കെ, ചുവപ്പ്, ചുവപ്പ് എന്ന് പറയാം. കറക്റ്റ് അറിയാവോ? സാറിന് അറിയാവോ? ചുവപ്പാണോ ചുമപ്പാണോ? ചുവപ്പ് എന്നാണ്. ഓക്കെ, യെസ് യെസ്, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ. എന്താണ് പച്ചയും ചുവപ്പ്. ഇവിടെ ചുവപ്പ് എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ് ചുവപ്പ് ചുവപ്പ് എന്നൊക്കെ ആയി. ഓക്കെ, അപ്പോൾ മാത്സിലോട്ട് തിരിച്ചു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളിനെ 2/3 ഭാഗവും 1/3 ഭാഗവും പച്ച കളറും റെഡ് കളറും, അത് മതിയല്ലേ, പച്ചയും റെഡും, ഇനി തർക്കം വേണ്ട, ഗ്രീനും റെഡും കളർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയൊക്കെയാണ്? 2/3 1/3. അതായത് ഈ 2 എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കൊടുക്കണം. അതായത് 2 ഭാഗത്ത് വരുന്ന കളറാണ് ഗ്രീൻ, ഒരു ഭാഗത്ത് വരുന്ന കളറാണ് റെഡ്. ആകെ എത്ര ഭാഗമുണ്ട്? താഴെ എഴുതിയിരിക്കുന്നത് ആകെ ഭാഗം അല്ലെ. താഴെ എത്രയാണ്? 3 ഭാഗം അല്ലെ. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം, തുല്യമായിട്ട് ഭാഗിക്കണം, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഭയങ്കര സിമ്പിൾ അല്ലേ. ഈ ഒരു ലെഫ്റ്റ് സൈഡും നോക്കിക്കേ, ഇവന്റെ വിഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ഞാൻ അപ്പുറത്തെ സൈഡ് എഴുതാം. ഓക്കെ, 3 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ അവനങ്ങ് ഭാഗിച്ചു കൊടുത്താൽ പോരെ. ഇപ്പൊ 3 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടും. സ്കെയിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വരക്കണം കേട്ടോ. ഓക്കെ, 3 ഈക്വൽ പാർട്സ് ആയി അല്ലെ. ഇത് ഒന്നാമത്തത്. ഓക്കെ, ഒരു ബ്ലാക്കിൽ കൊടുത്തേക്കാം, പെട്ടെന്ന് മനസ്സിലാവട്ടെ. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, 3 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അതേ ഇവിടെയും ഡിനോമിനേറ്ററിൽ 3 എന്നാണ് തന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ എഴുതുന്നത് ആകെ ഭാഗങ്ങളാണ് അല്ലെ, മൊത്തത്തിലുള്ള ഭാഗമല്ലേ നമ്മൾ താഴെ എഴുതുന്നത്. അതെ, മൊത്തത്തിൽ ഇവനെ 3 ആയിട്ട് ഭാഗിച്ചു. ഇനി 2 പേരെ ഗ്രീൻ കളർ കൊടുക്കണം. ആയിക്കോട്ടെ, 2 പേർക്ക് 1 ആദ്യത്തെ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗത്തിനും ഞാൻ ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ അല്ലേ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 സെന്റിമീറ്റർ വെച്ച് വരും. ഏറ്റവും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഒരു ഭാഗം റെഡ് കളറിൽ കൊടുക്കണം. ഓക്കെ, ഒരു ഭാഗം റെഡ് കളറിൽ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ 2 പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 പാർട്ട് 2/3 എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കൊടുത്തു, ആൻഡ് റെഡ് എന്ന് പറയുന്നത് താഴെ കൊടുത്തു. ഒരു ഭാഗം 1/3. ഇത് തന്നെയല്ലേ നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഓക്കെ, അത് ഫിഗർ കളറിൽ തന്നിട്ട് നമ്മൾ എഴുതി. ഇവിടെ എഴുതി തന്നു അല്ലെ, ഫ്രാക്ഷൻ തന്നിട്ട് കളർ ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ അല്ലേ, പക്കാ ക്ലിയർ ആയല്ലോ. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലേ, കളർ പെൻസിലൊക്കെ വെച്ച് കളറൊക്കെ ചെയ്യുമ്പോൾ അല്ലെ. ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അതൊന്ന് കമന്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പുറത്തോട്ടൊന്നും പോവാതെയൊക്കെ കളർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്ത് കാണുമല്ലോ. സെറ്റ് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ആ യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദി പിക്ചർ ബിലോ ഓക്കെ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. 3 വൃത്തങ്ങളും 3 സർക്കിളും 8 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കളേർഡ് ടു അറ്റ് എ ടൈം. ഓക്കെ വട്ടത്തിൽ ഓക്കെ ഈ ഒരു സർക്കിൾ 8ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ആ യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയേക്കാം. ആകെ 8 പേരാണല്ലോ ഉള്ളത്. അപ്പൊ ഡിനോമിനേറ്ററിൽ എപ്പോഴും 8 ആയിരിക്കും വരിക. അവിടെ കുഞ്ഞി കോളാണ്, എനിക്ക് എഴുതാനായിട്ട് സ്ഥലം തികയത്തിന്. ഞാൻ ഇവിടെ സൈഡ് താഴെ എഴുതാം കേട്ടോ അതിന്റെ ആൻസർ 8. ഓക്കെ 8. ഇനി മേലെ വന്നിരിക്കുന്നത്, അതായത് മേലെ എഴുതുന്നത് നമ്മൾ യെല്ലോ കളർ ഷെയ്ഡഡ് പാർട്ടാണ് എഴുതുന്നത്. യെല്ലോ കളർ 1, 2 പാർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ആകെ എത്ര പാർട്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് വേണമെങ്കിൽ എണ്ണി നോക്കാം കേട്ടോ. 4, 5, 6, 7, 8 ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/8 എന്ന് വരും. ക്ലിയർ? അപ്പോൾ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പരിപാടി ഇവിടെ ചെയ്യാൻ പോവാണ്. 2/8 2 എന്ന് പറയുന്നതും 8 എന്ന് പറയുന്നതും 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതല്ലേ? 2 എന്ന് പറയുന്നത് 2 × 1, 8 എന്ന് പറയുന്നത് 2 × 4. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെയും 2 ഇവിടെയും 2 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 1/4 മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇവനെ വേണമെങ്കിൽ 1/4 എന്നും എഴുതാം, തെറ്റൊന്നുമില്ല. ഓക്കെ ക്ലിയർ ആണോ? അതായത് 1/4 ഭാഗം, 1/4, 1/2, 3/4 ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കടയിലൊക്കെ പോവാറില്ലേ? നിങ്ങൾ പോവാറില്ലേ അല്ലേ? അമ്മ പറയും ഒരു 1/2 കിലോ പഞ്ചസാര വാങ്ങിച്ചു കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു 1/4 കിലോ ഒന്നും കിട്ടുന്നില്ല, ഒരു പയർ അല്ലെ, 1/4 കിലോ പരിപ്പ് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഇവനെ 4ആയിട്ട് ഭാഗിച്ചാൽ അതിലൊരു ഭാഗം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ 8ആയിട്ട് ഭാഗിച്ചതിൽ 2 ഭാഗം. ഇതാ ഇങ്ങനെ 4ആയിട്ട് ഭാഗിക്കാലോ. 4 പേരിൽ ഈ സൈഡല്ലേ യെല്ലോ, അതായത് 4-1 ഭാഗം. ശരി തന്നെയല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കിയേക്കാം. ഇതൊന്നും വായിക്കുന്നുണ്ട് കേട്ടോ മിസ്. അടുത്തത് നോക്കിയേക്കാം. അടുത്തത് സിമ്പിളാണ്. 1, 2, 3, 4. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ ആകെ നമ്മൾക്കറിയാം 5, 6, 7, 8 ഭാഗമാണ്. 4/8. ഇവനെ ഓൾറെഡി നമ്മൾ ചെറുതാക്കി അല്ലേ? ഇതല്ല, കുറച്ചുകൂടി വ്യത്യാസമുള്ളതാണ് ചെറുതാക്കിയത്. 4/8. 4 ഡിവൈഡഡ് ബൈ 8. 4ഉം 8ഉം ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ്? 4ന്റെയും ഉണ്ട് 2ന്റെയും ഉണ്ട്. നമുക്ക് 4 എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. 4 എന്ന് പറഞ്ഞാൽ 1 × 4, 8 എന്ന് പറഞ്ഞാൽ 2 × 4. ക്ലിയർ ആണോ? മേലെയും താഴെയും ഇവിടെയും 4 ഞാൻ കട്ട് ചെയ്തു പോയി. ഇനി മേലെ ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അതായത് 1/2, 1/2, ഹാഫ് എന്ന് വന്നു. ഹാഫ് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷെ വേറെ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ സർക്കിളിന് ഇതായി 2ആയിട്ട് ഭാഗിച്ചു. 2ൽ ഈ ഒരു ഭാഗം ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. 2 ഭാഗമായിട്ട് തിരിച്ചു, മേളിൽ ഒരാൾക്ക് കളർ ചെയ്തു, അതായത് 1/2. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ക്ലിയർ ആയോ? കണക്റ്റ് ആയോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ 2 രീതി എഴുതിയാലും ശരി തന്നെയാണ്. അവന് ചെറുതാക്കി എഴുതുമ്പോൾ നമ്മൾ പഠിച്ച രീതിയിലോട്ട് വരുമ്പോൾ 1/2 എഴുതിയാലും ശരിയാണ്. ഇനി അടുത്തത്, ഇവിടെ എത്ര യെല്ലോ പാർട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കിയേക്കാം. യെസ് ഓക്കെ 1, 2, 3, 4, 5, 6. ഓക്കെ 6 ഡിവൈഡഡ് ബൈ 7, 8 ഓൾറെഡി അറിയാം കേട്ടോ. ഞാൻ എന്നാലും വെറുതെ എഴുതുന്നതാണ്. 8. 6/8. 6ഉം 8ഉം 2 പേരും ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 പേരും ഉണ്ടല്ലേ. അപ്പോൾ 6/8. 6 എന്ന് പറഞ്ഞാൽ 2 × എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 2 × 4. മേലിലും താഴെയും ആരാ കോമൺ ആയിട്ടുള്ളത്? 2 അല്ലെ? മേലെയും താഴെ ഒരേപോലെ ഉള്ള ആളുകളെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇത്ര നേരം ചെയ്ത സെയിം സ്റ്റെപ്പാണ് കേട്ടോ. ബാക്കി മേലിൽ 2 പോയാൽ 3 മാത്രമേ ഉള്ളൂ, താഴെ 2 പോയാൽ 4 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? 3/4. ഇവനെയും കണ്ടുപരിചയില്ലേ? എന്താണ്? 3/4. നോക്കി ഈ സർക്കിളിനെ ഞാൻ 1, 2 4ആയിട്ട് ഭാഗിച്ചു. ഓക്കെ 4ൽ 1, 2, 3 3 ഭാഗം, അതല്ലേ 3/4 എഴുതിയിരിക്കുന്നത്.
നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയും വരും. ഇവർ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ഏരിയ ആണ്. വെറുതെ നമ്മളവരെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം മേളിൽ എഴുതാം, ടോട്ടൽ ഭാഗം താഴെ എഴുതാം, ആൻസർ ആയി. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇതിനെ ചെറുതാക്കാനൊന്നും നിൽക്കുന്നില്ല, ഡയറക്റ്റ് ആൻസർ എഴുതി പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറുതാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ചെറുതാക്കുക. ഓക്കെ അല്ലേ? യെസ്, വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു 12 ഈക്വൽ പാർട്സ്, 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ആളുകളും എത്ര ഭാഗമാണ് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ? 1, 2, 3 അല്ലെ? 3 ഡിവൈഡഡ് ബൈ ആകെ എത്ര പേരുണ്ട്? 4, 5, 6, 7, 8, 9, 10, 11, 12 കാണുന്നില്ല. ഓക്കെ, 12 പേരുണ്ട്. 12 ഓക്കെ ആണോ? ഒരാളെ ഞാൻ ചെറുതാക്കി കാണിച്ചു തരാം, ബാക്കി രണ്ടുപേരെ നിങ്ങൾ ചെറുതാക്കണേ. 3ഉം 12ഉം 3 എടുത്താലും 12 എടുത്തു കഴിഞ്ഞാലും രണ്ടുപേരും ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ട്? 3ന്റെ ടേബിളിൽ വരുന്നില്ലേ? 1 × 3 ആണ് 3. 12 എന്ന് പറഞ്ഞാൽ 4 × 3 അല്ലേ 12. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാ? മേളിലും താഴെയും വരുന്ന ആളുകളെ അങ്ങ് വെട്ടിക്കളയണം. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 1/4. ക്ലിയർ ആയ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഞാൻ ഡയറക്റ്റ് എഴുതുവാണ്. ഇതിനെ ചെറുതാക്കിയിട്ട് ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, ഇവിടെ 1, 2, അപ്പോൾ ഇവിടെ 2/12 എന്ന് വരും. ആകെ 12 പേരിൽ 2 പേരാണ് കളർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, ക്ലൂ വേണോ? ഇതുകൂടി ചെയ്തേക്കാല്ലേ, എനിക്ക് ആൻസർ ചെയ്യാൻ കൊതിയാവുന്നു. ഓക്കെ, അപ്പോൾ 2ഉം 12ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതല്ലേ? 1 × 2 ആണ് 2. 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 2 അല്ലേ? മേളിലും താഴെയും ആരാ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്? 2 വന്നിട്ടുണ്ട്. 2നെ കട്ട് ചെയ്തു, 1/6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? നല്ല രസമല്ലേ ചെയ്യാനായിട്ട്? അടുത്തത് ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യേണ്ടാന്ന് കരുതും, പക്ഷെ ഞാൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കൊതിയാവും നമുക്ക് ആൻസർ അങ്ങ് എഴുതാനായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ, ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെറുതാക്കുക. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം 1, 2, 3, 4, 5, 6, 7, 8 ഡിവൈഡഡ് ബൈ ആകെ 12 പേരുണ്ട്. 12 ഇവനെ ഞാൻ ചെറുതാക്കുന്നില്ല, അത് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുക കേട്ടോ. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെറുതാക്കിയിട്ട് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. എത്ര ക്വസ്റ്റ്യൻസാ തന്നിരിക്കുന്നത് ചെയ്യാനായിട്ട്? അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ ഈ ഒരു സെക്ഷൻ? ക്ലിയർ, പക്ക ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ, ലാസ്റ്റ് സെക്ഷനിലോട്ട് പോയാലോ? റെഡി അല്ലേ? യെസ്, ഇതാ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ 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 സിമ്പിളാണ്. നോക്കിക്കേ, ഫസ്റ്റ് സർക്കിൾ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഞാൻ കവർ ചെയ്തൊന്നും പോകുന്നില്ല കേട്ടോ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാണ്. ഈ ഒരു സർക്കിൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു സർക്കിൾ ഫുള്ള് ഞാൻ എടുക്കുവാണ് 1 അല്ലേ? ഒരു സർക്കിൾ ഫുള്ളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഫുള്ള് കിട്ടി. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാടാ? ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം. ഇതിന് എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കാലാണത്. ഓക്കെ ആണ്? അപ്പോൾ 1ഉം 1/4 കൂട്ടിയാൽ 1ഉം 4ഉം കൂട്ടിയാൽ 1/4 ആയില്ലേ? നമുക്ക് 1/4 എന്ന് എഴുതാം. ഓക്കെ, എപ്പിടി ഇருக்கு? ഇഷ്ടപ്പെട്ടാ ക്വസ്റ്റ്യൻ? അടുത്തത് ചെയ്യാം. 1 ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് പറഞ്ഞേ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരാൾ എത്ര ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 3 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1/3. 1ഉം 1/3. 1/3. ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ട് കാണണം. അടുത്ത നോക്കാം. 1, 2. ഇനി ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രയാണ്? വേഗം ഒന്ന് ഉത്തരം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 4ൽ ഒരാളാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ, 1, 2 അല്ലെ? 1ഉം 1ഉം 2. 2ന്റെ കൂടെ 1/4 4 കൂടി കൂട്ടുക, 2/4. അത്രേ ഉള്ളൂ. ക്ലിയർ? ഇനി നെക്സ്റ്റ് 1, 2, 3 അല്ലേ? അല്ലെങ്കിൽ ഞാൻ 1, 1, 1 തന്നെ എഴുതാം. 1, 1, 1 ആഡ് ചെയ്ത് പോകുന്നില്ല. ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും എന്ന് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അടിപൊളിയായിട്ട് ചെയ്യത്തില്ലേ?
ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും ലാസ്റ്റ് വരെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും സെക്ഷൻസൊക്കെ ആണ്. ആൻഡ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ നമുക്ക് അടുത്ത ദിവസം ഇതേ ചാപ്റ്ററിൻ്റെ മോർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്ട്രാ മോർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ തന്നെ ഈ ക്ലാസ്സൊക്കെ കണ്ടു കാണും അല്ലേ? ഓക്കെ, അപ്പോൾ കണ്ട് ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച് റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചാലല്ലേ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സൂപ്പറായി തന്നെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. മിസ്സും റെഡി ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പഠിച്ച് നന്നായിട്ട് തന്നെ മുന്നേറാം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.